രാജ്യത്തെ എല്ലാ മുസ്ലിം മസ്ജിദുകളുടെയും അടിയിലും നിലവറക്കുഴികളിലും ശിവലിംഗം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ലെന്ന് RSSന്റെ സർസംഘചാലക് മേധാവി മോഹൻ ഭാഗവത് പ്രഖ്യാപിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അത് നിരാകരിച്ചുകൊണ്ട് RSS രംഗത്ത് വന്നിരിക്കുക. അവരുടെ മേധാവിയായ, അവരുടെ അവസാനത്തെ വാക്ക് എന്ന് കരുതപ്പെടുന്ന സർസംഘചാലകിനെയും RSS ഇപ്പോൾ നിരാകരിച്ചിരിക്കുക. മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസംഗം അത് കഴിഞ്ഞ 19-ാം തീയതി പൂനെയിൽ അദ്ദേഹം നടത്തിയതാണ്. ഭാരതം വിശ്വഗുരു എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ ഒരു സമ്മേളനം, സെമിനാർ, അത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമായിരുന്നു. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ കുറേയേറെ ആളുകളെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. അവർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വലിയ തോതിൽ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ അർപ്പിച്ചു. ഈ മസ്ജിദ് ക്ഷേത്ര തർക്കം അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അപകട സാധ്യതകൾ ഉയർത്തിക്കൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുക. അതിനൊരു അവസാനമാകുന്നതിന്, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് മോഹൻ ഭാഗവതിൻ്റെ ഈ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാട്, അതൊരു വെറും പ്രസംഗമല്ല, അദ്ദേഹം തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് കാരണമാകുമെന്ന് പലരും കരുതിയതാ, വിശ്വസിച്ചതാ. പക്ഷെ ഇപ്പോഴിതാ RSSന്റെ ഔദ്യോഗിക മുഖപത്രമായ ഓർഗനൈസർ ആ പ്രസംഗത്തെ, സർസംഘചാലകിനെ നിരാകരിച്ചുകൊണ്ട്, തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഓരോ ദിവസവും മുസ്ലിം മസ്ജിദുകൾ, അവരുടെ പള്ളികൾ അവരുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്ന രീതി അത് ശരിയല്ലെന്നും അതിനോട് വിയോജിക്കുന്നുവെന്നുമാണ് പൂനെയിൽ നടത്തിയ പ്രസംഗത്തിൽ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടത്. എന്നാൽ പള്ളികളും ക്ഷേത്രങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ മന്ദിർ മസ്ജിദ് തർക്കങ്ങൾ ചരിത്ര സത്യം തേടിയുള്ള യുദ്ധങ്ങളാണെന്നാണ്, പോരാട്ടങ്ങളാണെന്നാണ് ഓർഗനൈസർ അതിൻ്റെ മുഖപ്രസംഗത്തിൽ അഭിപ്രായപ്പെടുന്നത്. അത് മാത്രമല്ല, അത് തുടരുമെന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, തർക്കവിഷയമായ മസ്ജിദുകളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നയം, അത് തുടരുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഓർഗനൈസറിലെ മുഖപ്രസംഗം സംബന്ധിച്ച വാർത്ത ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ നൽകിയിട്ടുണ്ട്. അതിന് അവർ കൊടുത്തിരിക്കുന്ന ശീർഷകം, തലക്കെട്ട്, ഭാഗവതിൻ്റെ ആശങ്കകൾ തള്ളി RSS. വാസ്തവത്തിൽ അതല്ല ശരി, ഭാഗവതിനെ തള്ളി RSS, അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ പരമാധ്യക്ഷൻ്റെ, മേധാവിയുടെ ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം, അതൊരു പ്രഖ്യാപനമായിരുന്നു. നിങ്ങളിനി അത്തരത്തിൽ ശിവലിംഗം അന്വേഷിച്ച് പോകണ്ട, അതിൻ്റെ കാര്യമില്ല, RSSൽപ്പെട്ടവർ അതിന് മുതിരണ്ട എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിരുന്നു. അതിനെയാണ് ഇപ്പോൾ ഓർഗനൈസർ അവരുടെ മുഖപ്രസംഗം, RSSന്റെ പത്രം നിരാകരിച്ചിരിക്കുന്നത്. പറഞ്ഞല്ലോ, ഈ പള്ളി ക്ഷേത്രം തർക്കം സംബന്ധിച്ച് മോഹൻ ഭാഗവതിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് UPയിൽ സംബലിൽ ഷാഹി ജുമാ മസ്ജിദ്, അതിന് പേരിലുള്ളൊരു അവകാശ തർക്കം നടന്നുകൊണ്ടിരിക്കുക. ചിലർ കോടതിയിൽ പോയി, കോടതി ആവട്ടെ അവിടെ ഒരു സർവേ നടത്തുന്നതിന് ഉത്തരവിട്ടു. ആ സർവേക്കായിട്ട് ഔദ്യോഗിക സംഘം അവിടെ എത്തുന്നു. അവിടെ സംഘർഷമുണ്ടാകുന്നു. ചില ആളുകൾ ആ സർവേയെ തടയാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് സംഘർഷമുണ്ടായത്. അതിനെ തുടർന്ന് പോലീസ് വെടിവെപ്പുണ്ടായി. 5 പേര് മരിച്ചു. ഈ ഒരു പുതിയ സംഭവവികാസം നമുക്കറിയാം. അയോധ്യയുമായി, അല്ലെങ്കിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കങ്ങൾ അവസാനമായിട്ട് മസ്ജിദ് പൊളിക്കേണ്ടി വന്നു. പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം ഉയർന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും UPയിലെ തന്നെ മറ്റൊരു മുസ്ലിം ദേവാലയം തർക്കവിഷയമാവുകയും അവിടെ വെടിവെപ്പുണ്ടാവുകയും രക്തച്ചൊരിച്ചിലുണ്ടാവുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മോഹൻ ഭാഗവത് അദ്ദേഹത്തിൻ്റെ പൂന പ്രസംഗത്തിൽ ഇതുപോലെയുള്ളൊരു നിലപാട് എടുത്തത്. ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 10ഓളം മുസ്ലിം ദേവാലയങ്ങൾ സംബന്ധിച്ച, അതിൻ്റെ അവകാശം സംബന്ധിച്ച തർക്കങ്ങൾ കോടതിയിൽ നടക്കുക.
വാരണാസിയിലെ ഗാൻവ്യാപി, അജ്മീറിലെ ദർഗാ ഷെരീഫ, അതുപോലെ മഥുര അവിടെയുള്ള മസ്ജിദ്, ഇങ്ങനെ 10 മുസ്ലിം ദേവാലയങ്ങൾ സംബന്ധിച്ച് തർക്കം നടക്കുക. സംഭാലിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ സംഘർഷം തന്നെ ഉണ്ടായി, വെടിവെപ്പുണ്ടായി, 5 പേര് മരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം ഇന്ത്യയിലെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ പോന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരെ വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും പുലർത്തുന്നവര് തമ്മിൽ സഹവർത്തിത്വത്തോടെ കഴിയുന്നതിനുള്ള സാഹചര്യത്തെ തകർക്കുന്ന രീതിയിൽ ഇത് വളർന്നു വരുന്നത് കണ്ടുകൊണ്ടാണ് മോഹൻ ഭാഗവത് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇതോടൊപ്പം തന്നെ 1991 ആരാധനാലയങ്ങൾ സംബന്ധിച്ച നിയമവും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക. അതും ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ്. 1991 ഉണ്ടാക്കിയ ഈ നിയമത്തിൽ പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു, അത് ആരുടെ കൈവശമായിരുന്നു, ആരാണോ അവിടെ പ്രാർത്ഥനയും ആരാധനയും നടത്തിക്കൊണ്ടിരുന്നത്, ആ തൽസ്ഥിതി തുടരണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. പക്ഷെ അത് ശരിയല്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അങ്ങനെ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഇപ്പോൾ കോടതിയിലുണ്ട്. ഈ വക പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂരാപ്രസംഗം. ഇങ്ങനെ ഓരോ ദിവസവും മസ്ജിദുകളിൽ ശിവലിംഗം തേടി പോകുന്നത് ശരിയല്ല. അത് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും സംശയങ്ങളും വളർത്തും. അതായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ദിവസം തോറും ഓരോരോ പ്രശ്നങ്ങൾ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് അനുവദിക്കാനാവില്ല, അത് തടഞ്ഞേ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇങ്ങനെ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട തർക്കം ഉയർത്തിക്കൊണ്ട് ചില ആളുകൾ ചുളുവിൽ ഹിന്ദുക്കളുടെ നേതാവാകാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദുഷ്പ്രവണതയും അനുവദിക്കാനാവില്ല എന്നാണ് അന്ന് പൂനെയിൽ മോഹൻ ഭാഗവത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ തീർത്തും തള്ളിപ്പറയുകയും നിരാകരിക്കുകയും ഒരു പരിധിവരെ ധിക്കരിക്കുകയുമാണ് RSSന്റെ മുഖപത്രം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ഷേത്രം മസ്ജിദ് തർക്കങ്ങൾ നാഗരിക നീതി ഉറപ്പാക്കാനുള്ള ചരിത്ര സത്യം തേടിയുള്ള യുദ്ധത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് ഓർഗനൈസർ യാതൊരു സംശയവും കൂടാതെ വിശേഷിപ്പിക്കുന്നു. സത്യമറിയാൻ എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്. സത്യമെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ആരാധനാലയം അത് പണ്ട് ക്ഷേത്രമായിരുന്നോ, അത് പിന്നീട് മസ്ജിദാക്കിയതാണോ, ആ വക കാര്യങ്ങളാ. ഈ സത്യം അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നിഷേധിക്കാൻ ശ്രമിക്കുന്നത് വ്യാജ മതേതരവാദികളും കപട ബുദ്ധിജീവികളുമാണ്. വാസ്തവത്തിൽ ഇതാണ് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്നത്. മതേതര കാപട്യത്തിൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ ഈ ഹിന്ദു മുസ്ലിം സംവാദങ്ങളെ ചുരുക്കിക്കാണാനാവില്ല. ഇതിഹാസ കൃതികളെ അടിസ്ഥാനപ്പെടുത്തി നാഗരിക നീതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാവണം ഇത്തരത്തിലുള്ള സംവാദങ്ങൾ. അടിവരയിട്ട് പറയുന്നു, ഇതിഹാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നാഗരിക നീതി. ഓർഗനൈസർ മറ്റൊരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നുണ്ട്. സോമനാഥ ക്ഷേത്രം മുതൽ സംഭാൽ വരെയുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ, ഇനി നടക്കാനുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം ഈ ചരിത്ര സത്യത്തെ അന്വേഷിച്ചുള്ളതാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം സംഭാലിൽ കാര്യങ്ങൾ തീരുന്നു എന്നല്ല. ഇനിയും തുടരും ഈ പോരാട്ടങ്ങൾ, മസ്ജിദുകൾക്ക് വേണ്ടിയുള്ള മത്സരം, അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഓർഗനൈസർ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, സംഭാലിൽ നടന്നതിനെ, അവിടുത്തെ സംഘർഷത്തെ ഓർഗനൈസർ മുഖപ്രസംഗം ന്യായീകരിക്കുന്നുമുണ്ട്. നാം ഇതുവരെ മനസ്സിലാക്കിയതനുസരിച്ച് RSS സർസംഘചാലകൻ്റെ വാക്കുകൾ ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തേതാണ്, അന്തിമമാണ്. അദ്ദേഹം പറയുന്നതാണ് RSSന്റെ നിലപാട്. നമ്മൾ ഇതുവരെ അങ്ങനെയാണ് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളത്. RSSന്റെ നിലപാടുകൾ അത് രാമജന്മഭൂമിയെ സംബന്ധിച്ചുള്ളതാവട്ടെ, ഹിന്ദുത്വ അതുമായി ബന്ധപ്പെട്ടതാവട്ടെ,
BJPയുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഭരണത്തെക്കുറിച്ചുള്ളതാവട്ടെ, ഇതെല്ലാം പറയുന്നത് RSSന്റെ നിലപാട് വ്യക്തമാക്കുന്നത് സർസംഘചാലകാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ അതിന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എപ്പോഴും അവസാന വാക്കായി നിൽക്കുന്ന RSS മേധാവിയെ ആ സംഘടനയുടെ ഔദ്യോഗിക മുഖപത്രം നിരാകരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിരിക്കുകയാണ്. ഓർഗനൈസർ എന്ന് പറയുന്ന മാസികയുടെ ഏതെങ്കിലും സബ് എഡിറ്ററോ അല്ലെങ്കിൽ പത്രാധിപരോ എഴുതിയ നിർദോഷമായ ഒരു മുഖപ്രസംഗമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുകയില്ല. RSSന്റെ സർക്കാര്യവാഹു പോലെയുള്ള അദ്ദേഹമാണ് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറിയുടെ പദവിയിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ളവരറിയാതെ, അവരുടെ അനുമതി കൂടാതെ ഇത്തരത്തിൽ ഒരു മുഖപ്രസംഗം, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ്, അവരുടെ അന്തിമ വാക്കായ, അവരുടെ സർവസൈന്യാധിപനായ സർസംഘചാലകിൻ്റെ നിലപാടിനെ, അദ്ദേഹം പുറത്ത് പ്രഖ്യാപിച്ച നയത്തെ നിരാകരിച്ചുകൊണ്ടുള്ള, തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗം വരാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം, ഒരു നയപ്രഖ്യാപനമാണ് ഇപ്പോൾ ഓർഗനൈസറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ മുഖപ്രസംഗം ഒന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ക്ഷേത്ര പള്ളി തർക്കത്തിൽ മോഹൻ ഭാഗവതിനുള്ള അഭിപ്രായമല്ല RSSനുള്ളത്. അതാണ് അവരുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ പോരാട്ടം, അല്ലെങ്കിൽ മസ്ജിദുകൾക്ക് വേണ്ടിയുള്ള അവയുടെ അവകാശം സംബന്ധിച്ചുള്ള പോരാട്ടം തുടരുകയും ചെയ്യുമെന്ന് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസംഗത്തിൽ, പൂനാ പ്രസംഗത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച ധാരാളം പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നാണ് അവരൊക്കെ കരുതിയത്. കാരണം അടുത്ത വർഷം RSS സ്ഥാപിതമായിട്ട് 100 വർഷം തികയുകയാണ്. അതിൻ്റെ 100ാമത്തെ ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഈ ഡിസംബറിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന ഒരുപക്ഷെ അവരുടെ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം എന്ന് പലരും കരുതിപ്പോയി. അവരത്ര സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം ജനരേഖകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് RSSന്റെ തനി നിറം, തനി സ്വഭാവം പുറത്തു വന്നിരിക്കുന്നു. നമ്മൾ അന്നേ പറഞ്ഞതാ, ഈ പുള്ളിപ്പുലിയുടെ പുള്ളിയുണ്ടല്ലോ, അത് എത്ര ശ്രമിച്ചാലും എത്ര കഴുകിയാലും മായുകയില്ല എന്നുള്ളത് പറഞ്ഞതാണ്. അതൊരു സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം RSSനൊരു അജണ്ടയുണ്ട്, അവർക്കൊരു പരിപാടിയുണ്ട്. അതായത് മോദിയും അമിത്ഷായും രാജ്യത്ത് ഭരണത്തിന് തലപ്പത്തിരിക്കുമ്പോൾ, അവർ രാജ്യം ഭരിക്കുമ്പോൾ അവരുടെ ഈ അജണ്ട നടപ്പാക്കിയേ പറ്റൂ. തർക്ക വിഷയങ്ങളായ മുസ്ലിം മസ്ജിദുകൾ, ഗാൻവ്യാബി അടക്കമുള്ളവ, അല്ലെങ്കിൽ അജ്മീറിലെ ദർഗാ ഷരീഫ് അടക്കമുള്ളവ പിടിച്ചെടുക്കുക, സ്വന്തമാക്കുക, അതവരുടെ അജണ്ടയാണ്, അത് പ്രഖ്യാപിച്ചിട്ടുള്ള അജണ്ടയാണ്. അതിന് ഇനി മോഹൻ ഭാഗവത്, അവരുടെ സർസംഘചാലക് തടസ്സം നിന്നാലും, എതിരഭിപ്രായം പറഞ്ഞാലും അത് അംഗീകരിക്കാനോ അനുസരിക്കാനോ പോകുന്നില്ല എന്നുള്ള RSSന്റെ ശരിയായ നിലപാടിൻ്റെ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നടപ്പാക്കാൻ പോകുന്ന നയപരിപാടികളുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത്. മോഹൻ ഭാഗവതിൻ്റെ വാക്കുകളെ പറ്റി BJP നേതാക്കൾ, അല്ലെങ്കിൽ മോദിയോ അമിത്ഷയോ പോലുള്ള ഭരണം നിയന്ത്രിക്കുന്ന ആളുകൾ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. സർസംഘചാലകിൻ്റെ പൂനാ പ്രസംഗം RSS ഔദ്യോഗികമായി നിരാകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ RSSന്റെ നയം രൂപവൽക്കരിക്കുന്ന കാര്യത്തിൽ മോഹൻ ഭാഗവതിൻ്റെ പങ്ക് എന്തായിരിക്കും എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് എങ്ങനെയാണ് RSSന്റെ മറ്റ് നേതാക്കൾ പ്രതികരിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത വർഷം 100ാം ജന്മദിനം ആഘോഷിക്കാനിരിക്കെ RSSനെ സംബന്ധിച്ചിടത്തോളം മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗവും അതിൻ്റെ RSS നിരാകരണവും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്.